അപ്പോൾ കൊട്ടിക്കലാശത്തിന് കോട്ടയം റെഡിയല്ലേ? ഇപ്പോൾ എവിടെയാണ് ടോബി ഉള്ളത്? ഒപ്പം എല്ലാ റാലികളും റോഡ് ഷോകളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? ആളുകളെ കാണുന്നുണ്ട്, കുറെ ആളുകളെ കാണുന്നുണ്ടല്ലോ ദൃശ്യങ്ങളിൽ. വിജയകുമാർ, തീർച്ചയായിട്ടും കോട്ടയം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കൊട്ടിക്കലാശത്തിനുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് തോമസ് ചാഴിക്കാടന്റെ റോഡ് ഷോ തുടങ്ങുന്നിടത്താണ്. വടവാതൂർ, അതായത് കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവിടേക്ക്. അവിടെ തോമസ് ചാഴിക്കാടന്റെ റോഡ് ഷോ തുടങ്ങാൻ പോവുകയാണ്. അവസാനത്തെ വാഹന പര്യടനമാണ് അത്. വടവാതൂരിൽ നിന്നും കോട്ടയം വരെ. കോട്ടയം എന്ന് പറയുമ്പോൾ ഗാന്ധി സ്ക്വയറിലേക്കാണ് ആ പര്യടനം. അവിടെയാണ് കൊട്ടിക്കലാശം. അവിടെ ഇതിനോടകം തന്നെ അണികളെല്ലാം എത്തിയിട്ടുണ്ട്. എന്നാൽ വടവാതൂരിലുള്ള ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. വാഹനങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ചാഴിക്കാടനെത്തി. ഇപ്പോൾ ഇവിടെയുള്ള നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇപ്പോൾ സംസാരിക്കുന്നത് കെ അനിൽകുമാറാണ്. അദ്ദേഹത്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതലയുള്ളത്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അണികൾ എത്തിയിട്ടുണ്ട്. നിരവധി ഇരുചക്ര വാഹനങ്ങൾ, കാറുകൾ, ബൈക്കുകൾ, അങ്ങനെ വലിയൊരു റാലിയായിട്ട് ഇവിടെ നിന്നും നഗരമധ്യത്തിലേക്ക് കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ തന്നെയാണ് LDF ക്യാമ്പും തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് UDF ക്യാമ്പും സമാനമായ രീതിയിൽ റോഡ് ഷോയോടുകൂടി തന്നെ ഏകദേശം 5 മണിയോടുകൂടി തന്നെ അവിടേക്ക് എത്തും. അത് കൃത്യം നഗരമധ്യത്തിൽ ഗാന്ധി സ്ക്വയറിലാണ് ഈ കൊട്ടിക്കലാശം നടക്കുന്നത്. അവിടേക്ക് എത്തി തങ്ങളുടെ ഈ ഒരു മാസം നീണ്ടുനിന്ന, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് കോട്ടയത്തെ കാര്യം പറയുമ്പോൾ 1 മാസമല്ല 1.5 മാസത്തിന് മുകളിലായി പ്രചരണം തുടങ്ങിയിട്ട് കേരളത്തിൽ ആദ്യമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കേരള കോൺഗ്രസ് എമ്മായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടനെ തന്നെ ഒരു തവണ കൂടി അവസരം കൊടുക്കുമ്പോൾ അദ്ദേഹം 1.5 മാസം നീണ്ട ഒരു പ്രചരണമാണ് കോട്ടയത്ത് നടത്തിയത്. 100% MP ഫണ്ട് വിനിയോഗിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത്തവണ UDF കളത്തിലിറക്കിയിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജിനെയായിരുന്നു. ഫ്രാൻസിസ് ജോർജ് ജോസഫ് വിഭാഗത്തിൽ എത്തിയതിനു ശേഷം അദ്ദേഹം നടത്തുന്ന ഒരു ശക്തമായിട്ടുള്ള പോരാട്ടമാണ്. ഈ 2 സ്ഥാനാർത്ഥികളെ കുറിച്ച് എടുത്തു പറയുമ്പോൾ പറയേണ്ടത്, ഇത്രയും നാൾ UDF-നൊപ്പം മത്സരിച്ച ആളാണ് ചാഴിക്കാടൻ. അദ്ദേഹമാണ് ഇത്തവണ LDF-നൊപ്പം നിൽക്കുന്നത്. LDF-നൊപ്പം ഇത്രയും കാലം നിന്ന ഫ്രാൻസിസ് ജോർജ് UDF-ന് വേണ്ടി മത്സരിക്കുന്നു. കേരള കോൺഗ്രസുകൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. 4 പതിറ്റാണ്ടിന് ശേഷം ജോസഫ് വിഭാഗവും മാണി വിഭാഗവും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം കോട്ടയത്തുണ്ട്. അങ്ങനെ കേരള കോൺഗ്രസുകളുടെ കരുത്ത് ആർക്ക് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് VD ജയസ് കോട്ടയത്തെ എത്തുന്നതോടുകൂടി തന്നെ ഘടകകക്ഷികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായി കോട്ടയത്തെ പോരാട്ടം മാറുന്നു. VD ജയസിന് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് ഇറങ്ങുമ്പോൾ SNDP വോട്ടുകൾ എവിടേക്ക് പോകും? നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണത്. പ്രത്യേകിച്ചും CPM-ന് കരുത്തുള്ള SNDP വോട്ടുകൾ അത് ഇത്തവണ തുഷാറിനെ പിന്തുണയ്ക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർക്ക് അനുകൂലമാകും ആ മാറ്റങ്ങൾ, അടിയൊഴുക്കുകൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ മീനച്ചിലാറ്റിലെ അടിയൊഴുക്കുകൾ എങ്ങനെയെന്നുള്ളത് ഒരു ചോദ്യമാണ് തേടുന്നത്. അതിനുള്ള ഉത്തരത്തിലേക്ക് ആളുകൾ എത്തുന്ന ഒരു നിമിഷമാണ്. ടോബി, എന്തായാലും അവിടെയും ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, നേതാക്കന്മാരൊക്കെ ഉണ്ട്. സ്ഥാനാർത്ഥിയോടൊപ്പം അവർ നഗരത്തിലേക്ക്, ഗാന്ധി സ്ക്വയറിലേക്ക് അല്പസമയത്തിനകം എത്തും. അവിടെയാണ് ഈ പരസ്യ പ്രചാരണം ഒരുപക്ഷെ എല്ലാവരും അവസാനിപ്പിക്കുക. കോട്ടയത്തിൽ പ്രത്യേകത ഈ പ്രധാന പാർട്ടി അല്ലാതെ അല്ലെങ്കിൽ തമ്മിൽ മത്സരിക്കുന്ന